ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. മമ്രയുടെ തോപ്പിൽ 3 പുരുഷന്മാർ. വന്ദേ 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 താതാ, വന്ദേ താതാ മമ താതാ, വന്ദേ വന്ദേ മമ താതാ, വന്ദേ 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 നാഥ, വന്ദേ നാഥ പ്രിയനാഥ, വന്ദേ വന്ദേ പ്രിയനാഥ, വന്ദേ 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 ആത്മാ, വന്ദേ ആത്മാ പരമാത്മാ, വന്ദേ വന്ദേ പരമാത്മാ. കുട്ടികൾ സ്കൂളിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന കാലം, രാമുവും ബഷീറും മത്തായിയും അവർ സഹപാഠികളും സുഹൃത്തുക്കളുമാണ്. ഒരു ദിവസം അവർ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഇവർക്കിടയിൽ ഒരു ചെറിയ തർക്കമുണ്ടായി. തർക്ക വിഷയം ഓരോരുത്തർക്കും എത്ര ദൈവങ്ങളുണ്ട് എന്നതിനെ സംബന്ധിച്ചായിരുന്നു. രാമു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ അനേക ദൈവങ്ങളുണ്ട്, ഒരുപാട് ദൈവങ്ങൾ. മാത്രമല്ല, ഈ അനേക ദൈവങ്ങളിൽ സ്ത്രീ ദൈവങ്ങളുമുണ്ട്, പുരുഷ ദൈവങ്ങളുമുണ്ട് എന്ന് രാമു പറഞ്ഞു. മത്തായി തറപ്പിച്ച് പറഞ്ഞു, യേശുവാണ് എൻ്റെ ദൈവം. മാത്രമല്ല, മത്തായിയിൽ ഒരു പ്രത്യേക അഭിമാനബോധം ഉണ്ടായി. മത്തായി പറഞ്ഞു, യേശുവിൻ്റെ ശിഷ്യരിൽ ഒരാളുടെ പേരാണ് എനിക്കും. ആ അഭിമാനവും മത്തായി പങ്കിട്ടു. ഒടുവിൽ ബഷീറിൻ്റെ ഊഴമായി. ബഷീർ പറഞ്ഞു, അല്ലാഹുവാണ് ഞങ്ങളുടെ ദൈവം. ഒപ്പം ബഷീർ മത്തായിയോട് ഒരു ചെറിയ സംശയം ചോദിച്ചു. ആ സംശയം ഇങ്ങനെയാണ്: യേശുവാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ പിന്നെ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നൊക്കെ പറയുന്നത് ആരാണ്? മത്തായി വാസ്തവത്തിൽ അപ്പോഴാണ് ചിന്തിച്ചത്, ശരിയാണ്, ഇവരൊക്കെ ആരാണ്? ആദ്യം സൺഡേ സ്കൂൾ അധ്യാപകരോട് ചോദിച്ചു, പിന്നെ മാതാപിതാക്കളോട് ചോദിച്ചു. ഈ പറഞ്ഞ ആളുകളിൽ നിന്നൊന്നും ശരിയായ വ്യക്തമായൊരു മറുപടി മത്തായിക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് പള്ളിയിലെ അച്ഛനെ കാണാൻ തീരുമാനിച്ചു. അച്ഛനോട് ചോദിച്ചു, ആരാണ് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും? അച്ഛൻ പറഞ്ഞു, തൃത്വമാണ് ഇവർ 3 പേരും. ഇവർ 3 ആളുകളാണെങ്കിലും ഇവർക്ക് 3 പേർക്കും കൂടി ഒറ്റ ഭാവമാണുള്ളത്, ഒരുമയുടെ ഭാവം. പക്ഷേ ഈ ഉത്തരങ്ങൾ കൊണ്ടൊന്നും മത്തായിക്ക് തൃപ്തിയായില്ല. വാസ്തവത്തിൽ നമ്മളിൽ ഏറിയ പങ്കും ഈ മത്തായിയുടെ ഗണത്തിൽപ്പെട്ടവരാണ്. വ്യാഖ്യാനിക്കാനും വർണ്ണിക്കാനും കഴിയാതെ വണ്ണം ഇന്നും ഒരു വിസ്മയമായി നിലകൊള്ളുന്നൊരു മർമ്മമാണ് തൃത്വം. ഇന്ന് തൃത്വ ഞായറാഴ്ചയാണ്. ഒരുപാട് നിർവചനങ്ങൾ ഒരുപക്ഷെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. തൃത്വത്തിനൊരു ഭാരതീയ വ്യാഖ്യാനം, ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നൽകിയിരിക്കുന്നൊരു വ്യാഖ്യാനം മനോഹരമായി നൽകിയത് കൽക്കട്ടയിലെ കേശവ് ചന്ദ്രസെന്നാണ്. അദ്ദേഹം പറഞ്ഞത്, തൃത്വമെന്നാൽ സത് ചിത് ആനന്ദ എന്നാണ്. സത് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം, ബ്രഹ്മം, ബൃഹത്താകുന്നത്, വിശാലമാകുന്നത് എന്നൊക്കെയാണ് അർത്ഥം. സത്, പിതാവായ ദൈവം. ചിത് എന്ന് പറഞ്ഞാൽ പുത്രൻ, സഞ്ചരിക്കുകയും സദാ സ്നേഹിക്കുകയും ചെയ്യുന്ന പുത്രൻ, അതാണ് ചിത്. ആനന്ദ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും ദൈവത്തിലേക്ക് മടങ്ങുകയും ദൈവമായി സജീവമായി നിലകൊള്ളുന്നൊരു ശ്വാസം പോലെ നിലകൊള്ളുന്ന ആനന്ദ. സത് ചിത് ആനന്ദ, പിതാ പുത്ര പരിശുദ്ധാത്മാവ്. 3 ആളുകളാണെങ്കിലും
ഒന്നിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. ട്രിനിറ്റി, വൺ ഗോഡ് ഇൻ 3 പേഴ്സൺസ്. വെള്ളം ഒരു നല്ല ഉദാഹരണമാണ്. ജലത്തിന് 3 അവസ്ഥയുണ്ട്. അത് ദ്രാവക അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മളതിനെ വിളിക്കുന്നത് ലിക്വിഡ് എന്നാണ്, ദ്രാവകം. എന്നാൽ ഇതേ വെള്ളം ഐസാകുമ്പോൾ അത് ശീതീകരിക്കപ്പെട്ടത് ഐസ് എന്ന് വിളിക്കും. അത് ആവി രൂപമാകുമ്പോൾ നമ്മളതിനെ സ്റ്റീം എന്ന് വിളിക്കും. അങ്ങനെയാണ് രസതന്ത്രത്തിൽ ജലത്തിന് H2O. 3 അവസ്ഥകളിൽ ആയിരിക്കുമ്പോഴും ജലമെന്നാണ് നമ്മളതിനെ വിളിക്കുക. നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിനും 3 അവസ്ഥകളുണ്ട്. അത് മാംസം, അസ്ഥി, രക്തം. 3 നിൽക്കുമ്പോഴും ഏകീഭവിക്കുന്ന മനുഷ്യ ശരീരം. ഒരു വ്യക്തി ഒരേ സമയം അമ്മയ്ക്ക് മകനാണ്, കുഞ്ഞുങ്ങൾക്ക് പിതാവാണ്, ശിഷ്യന്മാർക്ക് ഗുരുവാണ്. നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ തൃത്വത്തെ സംബന്ധിച്ച് ഒരുപാട് ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ആൻഡ്രൂ മുറേ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ പണ്ഡിതൻ ആൻഡ്രൂ മുറേ, അദ്ദേഹത്തോട് എന്താണ് തൃത്വം എന്ന് ചോദിച്ചപ്പോൾ വളരെ രസകരമായ ഒരു മറുപടി അദ്ദേഹം നൽകി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു മുറിയിൽ 3 മെഴുകുതിരികൾ കത്തി നിന്നിട്ടും ഒരു പ്രകാശം മാത്രം കാണുന്നതിൻ്റെ രഹസ്യം എനിക്ക് പറഞ്ഞു തരൂ. ഞാൻ നിങ്ങൾക്ക് ഒരു ദൈവത്തിൽ 3 ആളുകൾ ഉള്ളത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ഒരു മുറിയിൽ 3 മെഴുകുതിരികൾ കത്തി നിന്നിട്ടും ഒരു പ്രകാശം മാത്രം കാണുന്നതിൻ്റെ രഹസ്യം എനിക്ക് പറഞ്ഞു തരൂ. ഞാൻ നിങ്ങൾക്ക് ഒരു ദൈവത്തിൽ 3 ആളുകൾ ഉള്ളത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. AD 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അത്തനേഷ്യസ് എന്ന സഭാപിതാവ് വിശുദ്ധ തൃത്വത്തെക്കുറിച്ച് സഭയുടെ വിശ്വാസം എന്താണ് എന്ന് വ്യക്തമായി ചരിത്രത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളുകളുണ്ട്. ഈ 3 പേരും ഒരുപോലെ ആരംഭവും അവസാനവും ഇല്ലാത്തവരാണ്. ഈ 3 പേരും തുല്യമായ അറിവും മഹത്വവും ശക്തിയും ഉള്ളവരാണ്. ഈ 3 പേരും ഒരുപോലെ ആരാധന അർഹിക്കുന്നവരാണ്. എന്നാൽ 3 പേരും കൂടി 3 ദൈവങ്ങളല്ല, ഒരു ദൈവമേ ഉള്ളൂ. ഒരു ദൈവിക സത്തയിൽ തുല്യമായി പങ്കുചേരുന്ന 3 വ്യക്തികൾ. ഈ ദൈവിക തൃത്വത്തിൽ ആരും മുമ്പനോ പിൻപനോ അല്ല, ആരും മറ്റൊരാളേക്കാൾ വലിയവനോ ചെറിയവനോ അല്ല. ഈ തൃത്വം എന്ന വാക്ക് ബൈബിളിലില്ല എങ്കിലും ബൈബിളിലെ നിരവധി ആശയങ്ങൾ തൃത്വത്തെ സൂചിപ്പിക്കുന്ന ആശയങ്ങളാണ്. ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ പഴയ നിയമ പാഠമായി വായിച്ച ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിലായിരുന്നാലും, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് നടത്തിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ആശീർവാദത്തിൻ്റെ വാക്കുകളായിരുന്നാലും, യേശു സ്വീകരിച്ച സ്നാനത്തിൻ്റെ സംഭവമായിരുന്നാലും, ഇവിടങ്ങളിലെല്ലാം തൃത്വം വളരെ പ്രകടമായി തെളിഞ്ഞിട്ടുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം ഈ 3 വ്യക്തികളായി വേർപിരിയുമ്പോഴും ഒരുമയിൽ ഒരുമിച്ചൊരു ദൈവമായി പ്രവർത്തിക്കുന്ന ചരിത്രം ബൈബിളിൽ ഒരുപാട് ഇടങ്ങളിലുണ്ട്. അതുകൊണ്ട് ഈ തൃത്വത്തിൻ്റെ ചരിത്രമോ അതിൻ്റെ ദൈവശാസ്ത്രമോ വ്യാഖ്യാനങ്ങളോ ഒന്നും പങ്കിടുന്നില്ല. പകരം ഈ കാലഘട്ടത്തിൽ തൃത്വം എന്താണ് നമ്മോട് പറയാൻ പരിശ്രമിക്കുന്നത്? തൃത്വം എന്താണ്? തൃത്വം എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാകേണ്ടത് എന്ന് 3 വാക്കുകളിലൂടെ ചുരുക്കമായി പങ്കിടട്ടെ. അടിസ്ഥാനപരമായി തൃത്വം എന്ന ആശയത്തിലൂടെ കൈവരുന്ന ഒരു സന്ദേശം ദൈവത്തിന് പോലും ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടമില്ല എന്നതാണ്. ദൈവം പോലും വെറുക്കുന്ന ഒരു സംഗതിയാണ് ഈ ഏകാന്തത. ദൈവത്തിന് ഇഷ്ടമില്ല ഒറ്റയ്ക്ക് നിൽക്കാൻ. അതുകൊണ്ടാണ് ഈ ദൈവത്തെ നമ്മൾ പരിചയപ്പെടുന്ന നാൾ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തൃത്വദൈവം, ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ദൈവം, തൃത്വദൈവം. ഏകാന്തത, ഏകഭാവം എന്നിവയെ നീക്കിക്കളയാനുള്ള നിയോഗമാണ് തൃത്വം. തൃത്വം എന്നാൽ ഏകത്വമല്ല, അത് ബഹുത്വമാണ്, ബഹുലതയാണ്. തൃത്വത്തിൻ്റെ ഈ നാളുകളിലെ സാധ്യതയെ ഒരു 3 വാക്കുകളിൽ ചുരുക്കമായി പങ്കിടട്ടെ. 1, തൃത്വം നൽകുന്ന 1-ാമത്തെ പദം ഡീക്ലാസിഫൈ എന്നാണ്. ഡീക്ലാസിഫൈ, ഈ വാക്കിൻ്റെ അർത്ഥം രഹസ്യമെന്ന് വിധിക്കപ്പെട്ടവയിൽ നിന്ന് ഒഴിവാക്കുക, പരസ്യമായി ഒരു പരസ്യ സാക്ഷ്യമായി നിൽക്കുക എന്നാണ് ഡീക്ലാസിഫൈ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ തൃത്വം എന്ന് പറയുന്നത് ചരിത്രത്തിൽ വെളിപ്പെടാത്തൊരു മർമ്മമായി, ഒരു മിസ്റ്ററിയായി നിലകൊള്ളുക മാത്രമല്ല, ആ രഹസ്യം മറനീക്കി മനുഷ്യരുടെ ഇടയിലേക്ക്, സാധാരണക്കാരിലേക്ക്, നമ്മിലേക്ക് തൃത്വം പ്രവർത്തന നിരതമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് അനുഭവിച്ചറിയേണ്ടതാണ് തൃത്വം. അങ്ങനെയായാൽ തൃത്വം ഒരു രഹസ്യമല്ല, പരസ്യമാണ് എന്ന് ബോധ്യപ്പെടും. ക്രിസ്തുവിന് ചുറ്റും കൂടിയ സാധാരണക്കാർക്ക്, സാധാരണ മുക്കുവർക്ക് തൃത്വം ഒരു രഹസ്യമായിരുന്നില്ല, അവർക്ക് തൃത്വം ഒരു പരസ്യമായിരുന്നു.
ഇന്ന് നാം മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിലെ വാക്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ യോർദാനിൻ്റെ തീരത്തും അത് പരസ്യമായി സംഭവിക്കുകയാണ്. സ്നാനമേറ്റ യേശു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം അവിടെ സാക്ഷ്യപ്പെടുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം അവിടെ കേൾക്കുകയാണ്. പ്രിയപുത്ര, നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. തൃത്വത്തിൻ്റെ മനോഹരമായൊരു സാക്ഷ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം യോർദാൻ നദിക്കരയിൽ, പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പുത്രനായ യേശു സ്നാനമെന്ന അനുഗ്രഹീത കൂദാശയിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്. അപ്പോൾ പിതാവായ ദൈവത്തെ ഞങ്ങൾക്ക് അറിയാം എന്ന് യേശുവിൻ്റെ കാലത്ത് കൂടെ സഞ്ചരിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ, സാധാരണക്കാർക്ക് പിടുത്തം കിട്ടി. മനുഷ്യനായ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ അനുഭവിച്ചു, ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങൾ നിരന്തരം കേൾക്കുകയാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് നാൾ മുതൽ കുറെ കൂടി ആഴമായി അടുത്ത് അനുഭവിച്ച യാഥാർത്ഥ്യമായി തൃത്വം മാറി. ഡീക്ലാസിഫൈ, രഹസ്യമായിരുന്നത് ക്രിസ്തുവിലൂടെ പരസ്യമായി മാറിയതാണ് തൃത്വം. ഒരുപക്ഷെ ദൈവശാസ്ത്രത്തിനോ മനുഷ്യൻ്റെ ബുദ്ധിക്കോ യുക്തിക്കോ ഒന്നും, ശാസ്ത്രീയമായ ബോധ്യങ്ങൾക്കോ ഒന്നും തൃത്വം ഒരു മർമ്മമായി മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങെവിടെയോ കാണാമറിയത്ത് നിഗൂഢമായി നിലയുറപ്പിച്ച ഒരു തത്വശാസ്ത്രത്തിൻ്റെ പേരല്ല തൃത്വം. സൂക്ഷിച്ചു നോക്കിയാൽ, ശ്രദ്ധിച്ചു നോക്കിയാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാണ്. ശ്രദ്ധിച്ചാൽ ആ ദൈവം ഇന്നും നമ്മുടെ മനസാക്ഷിയോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും. സൂക്ഷിച്ചു നോക്കിയാൽ ആ പുത്രനായ ക്രിസ്തു തൻ്റെ വചനത്തിലൂടെ ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിനൊപ്പം സഞ്ചരിച്ചവർക്ക് ഈ തൃത്വം എന്താണെന്ന് മനസ്സിലായി. ശിഷ്യന്മാരോടുള്ള ക്രിസ്തുവിൻ്റെ സുപ്രധാന ആഹ്വാനവും അതുതന്നെയായിരുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നിങ്ങൾ പുറപ്പെടേണ്ടത് തൃത്വനാമത്തിലാണ്. നിങ്ങളുടെ സഞ്ചാരവും നിങ്ങളുടെ സുവിശേഷത്തിൻ്റെ പ്രയാണവും നിങ്ങളുടെ സാക്ഷ്യ ജീവിതവും തൃത്വനാമത്തിലായിരിക്കണമെന്ന് ക്രിസ്തു ശിഷ്യന്മാർക്ക് പാഠം നൽകി. വാസ്തവത്തിൽ ഈ തൃത്വം ഇന്നൊരു പരസ്യ യാഥാർത്ഥ്യമാണ്. നമ്മുടെ എല്ലാ കൂദാശകളും, സ്നാനമാകട്ടെ, തിരുവത്താഴമാകട്ടെ, സ്ഥിരീകരണമാകട്ടെ, ഇതെല്ലാം ഈ തൃത്വത്തിൻ്റെ ഭാവങ്ങളാണ് ഇങ്ങനെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്, അല്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മളൊരു വീട് പ്രതിഷ്ഠിക്കുമ്പോൾ, ഒരു പുതിയ ഭവനം പ്രതിഷ്ഠിക്കുമ്പോൾ തൃത്വനാമത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത്. എല്ലാ ആശീർവാദങ്ങളും തൃത്വനാമത്തിലാണ് നൽകുന്നത്. അതൊരു രഹസ്യമല്ല, ഒരു പരസ്യമായ സാക്ഷ്യമാണ്. ഡീക്ലാസിഫൈ. രണ്ടാമത് ഈ തൃത്വം നമുക്ക് നൽകുന്നൊരു പദമാണ് ഡെമോക്രസി, ജനാധിപത്യം. തൃത്വത്തിൻ്റെ ഒരു മഹനീയ സാധ്യതയാണ് ജനാധിപത്യം. പ്രതിനിധികൾ മുഖേന ജനങ്ങൾ നടത്തുന്ന ഭരണം. മോൾട്ട്മാൻ എന്നൊരു ദൈവശാസ്ത്രജ്ഞൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ട്രയൂൺ ഗോഡ് റെപ്രസെൻറ്റ്സ് ഫെലോഷിപ്പ്, ലവ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പാർട്ടിസിപ്പേഷൻ, ഇൻ്ററാക്ഷൻ ആൻഡ് ഷെയറിങ്. ഇത്തിരി പഴക്കമുള്ളൊരു പദമാണെങ്കിലും ഇനിയും സഫലമാകേണ്ട ഒരു വിദൂര സ്വപ്നത്തിൻ്റെ പേരാണ് ജനാധിപത്യം. നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് വലിയ പരിക്കേറ്റിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യരെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, ലിംഗഭേദങ്ങൾ കൊണ്ട് മനുഷ്യരെ പല അറകളിലും തട്ടുകളിലുമായി ഭിന്നിപ്പിച്ച് നിർത്തി ലാഭം കൊയ്യുന്ന അധികാര കേന്ദ്രങ്ങൾ, അത്തരം സ്വാർത്ഥ ഭാവങ്ങളാണ് എവിടെയും നമ്മൾ കാണുക. മറ്റുള്ളവരുടെ സംസ്കാരത്തെ ആദരിക്കാനോ, ഭക്ഷണത്തെ അംഗീകരിക്കാനോ, അഭിപ്രായത്തെ സഹിഷ്ണുതയോടെ കേൾക്കാനോ കഴിയാതെ വണ്ണം സ്വാർത്ഥതയുടെ, അടിച്ചേൽപ്പിക്കലിൻ്റെ, അപമാനത്തിൻ്റെ അടിമമുഖം ഇന്നും നമ്മുടെ പരിസരങ്ങളിൽ ആവർത്തിക്കപ്പെടുകയാണ്. ഇത്തരം ഏകാധിപത്യ പ്രവണതകളെ നിസ്സംഗതയോടെ കാണാൻ നമുക്ക് അവകാശമില്ല എന്ന് പഠിപ്പിക്കുന്ന തത്വത്തിൻ്റെ പേരാണ് തൃത്വം. ദൈവം ഒറ്റയാനല്ല, ദൈവം ഒറ്റയല്ല എന്ന് ശക്തമായി പ്രഖ്യാപിക്കുന്ന ദർശനമാണ് തൃത്വം. ദൈവം കൂട്ടായ്മയുടെ ദൈവമാണ്. കൂട്ടായ്മകളിലാണ് തൃത്വദർശനം അതിൻ്റെ പൂർണ്ണതയോടെ വെളിപ്പെട്ട് കിട്ടുക. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം, മനോഹരമായ ആ സംഭവം. അബ്രഹാം അസാധാരണമായ ഒരു കൂട്ടായ്മയ്ക്ക് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ഭവനത്തിൽ ഇടം നൽകുകയാണ്. പരിചയമുള്ള ആളുകളുമായി കൂട്ടായ്മ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമുക്ക് പരിചയമുള്ള ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ളവരുമായി ഒരു കൂട്ടായ്മ ആചരിക്കുന്നതിലൊക്കെ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ അപരിചിത ആളുകളുമായി ഒരു കൂട്ടായ്മ ബന്ധത്തിന് അബ്രഹാം മുൻകൈ എടുക്കുകയാണ്. പരിചിതമല്ലാത്ത അനുഭവങ്ങളിൽ, വ്യത്യസ്തതകളുടെ നടുവിൽ, വൈവിധ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അബ്രഹാം ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ബന്ധം രൂപപ്പെടുത്തിയതിൻ്റെ പേരാണ് തൃത്വം. അങ്ങനെ ഒരു കൂട്ടായ്മ ബന്ധമാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അതുവരെയും കിട്ടിയിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾക്ക്,
അതുവരെയും ലഭിച്ചിട്ടില്ലാത്ത നന്മകൾക്ക് കാരണമായി മാറിയത്. ഒറ്റയാനായി നിൽക്കാനല്ല, ഒരുമയ്ക്കായി നിൽക്കാനാണ് തൃത്വം പഠിപ്പിക്കുക. എതിരഭിപ്രായങ്ങളെ എതിർക്കാനും അവയെ അപ്പാടെ നിരസിക്കാനും മറ്റുള്ളവരുടെ നന്മ പാഠങ്ങളെപ്പോലും തിരസ്കരിക്കാനും സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കാനുമൊക്കെ നാം തത്രപ്പെടുമ്പോൾ ഓർക്കുക, വിവിധ വർണ്ണങ്ങൾ ചേർന്നാലേ ചിത്രമാവൂ. വിവിധ വർണ്ണങ്ങൾ ചേർന്നാലേ ചിത്രമാവൂ. ഇത് തന്നെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി ചേർന്ന് തങ്ങളുടെ വ്യത്യസ്തതകളെ ആഘോഷിക്കുന്ന വിശുദ്ധ തൃത്വം. തൃത്വത്തിനൊരു ജനാധിപത്യ ഭാവമുണ്ട്. മമ്രയുടെ തോപ്പിൽ കണ്ട 3 പുരുഷന്മാരെ ദൈവത്തെ മാനിക്കുന്നത് പോലെ അബ്രഹാം മാനിച്ച് സൽക്കരിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിന് മാറ്റ് കൂട്ടുന്നൊരു പുതുക്കത്തിൻ്റെ അനുഭവം. അതോടെ അബ്രഹാമിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസമുണ്ടായി. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത, സംഭവിക്കാൻ ഇടയില്ലാത്ത എത്രയോ അനുഗ്രഹങ്ങളുടെ പെരുമഴ ഇങ്ങനെ പെയ്ത് ഇറങ്ങുകയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ. ചാർലി ചാപ്ലിൻ 1940 ആദ്യമായി സംസാരിച്ച് അഭിനയിച്ച ചിത്രമാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. യൂട്യൂബിൽ നമുക്കത് കാണാൻ കഴിയും. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ചിത്രത്തിൽ ചാർലി ചാപ്ലിൻ മനോഹരമായൊരു പ്രസംഗം നടത്തുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ എല്ലാ ഏകാധിപത്യ പ്രവണതകളെയും എല്ലാ വിവേചന ശക്തികളെയും പ്രഹരം കൊള്ളിക്കുമാറ് ഒരു അനുഗ്രഹീതമായൊരു പ്രസംഗം. ഇംഗ്ലീഷിൽ വായിക്കാം, നമുക്കെല്ലാവർക്കും അത് മനസ്സിലാവും. ചാർലി ചാപ്ലിൻ പറയുകയാണ്, ഐ എം സോറി, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബി ആൻ എംപറർ. That's not my business. I don't want to rule or conquer anyone. I should like to help everyone, if possible, Jew, Gentile, black man, white. We all want to help one another. Human beings are like that. In this world, there is room for everyone. The good earth is rich and can provide for everyone. The way of life can be free and beautiful, but we have lost the way. In the 17th chapter of St. Luke is written, the kingdom of God is within you. The kingdom of God is within man. Not in one man, nor a group of men, but in all men, in you. In the name of democracy, let us use that power. Let us all unite. Let us fight for a new world. Soldiers, in the name of democracy, let us all unite. തൃത്വത്തിന് ഒരു ജനകീയ ഭാവമുണ്ട്, ഒരു ജനാധിപത്യ ഭാവമുണ്ട്. വിവിധ വർണ്ണങ്ങൾ ചേർന്നാലേ മനോഹരമായൊരു ചിത്രം രൂപപ്പെടുത്താൻ കഴിയൂ. മൂന്നാമത് ഈ തൃത്വവുമായി ബന്ധപ്പെട്ടൊരു പദം ഡീസെൻട്രലൈസ് എന്നാണ്. ഡീസെൻട്രലൈസ് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു പദമാണ്. വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കപ്പെടുക. തൃത്വത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ് ഈ വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസ്. ഈ സാധ്യത നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ യേശു പഠിപ്പിച്ചൊരു ഉപമ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരാം. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഉപമ ഇതാണ്: മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന അത്തിവൃക്ഷം ഫലം തിരഞ്ഞപ്പോൾ കണ്ടില്ല. തൃത്വത്തിൻ്റെ സാധ്യത ഇല്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ പിതാവായ ദൈവം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ, ആ അത്തിവൃക്ഷത്തിൻ്റെ ജീവിതം അതോടെ അവസാനിച്ചു. പിതാവായ ദൈവം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നെ ഒരു സാധ്യതയുമില്ല. എന്നാൽ തൃത്വദൈവത്തിൻ്റെ പ്രത്യേകത, പിതാവായ ദൈവം ഈ അത്തിവൃക്ഷത്തിൻ്റെ ഉടമസ്ഥനാണെങ്കിലും മധ്യസ്ഥനായി ഒരു ക്രിസ്തുവുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത പറയുകയാണ്. ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ. തീർന്നില്ല, ചുറ്റും കിളച്ച് വളമേകി ഫലമണിയാൻ സദാ സാധ്യത ഒരുക്കുന്ന ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഫലദായകമായ ഒരു അത്തിവൃക്ഷത്തിൻ്റെ സാധ്യത ഉയരുന്നത്. ഡീസെൻട്രലൈസ്, വികേന്ദ്രീകരണത്തിൻ്റെ അനന്തമായ സാധ്യതയാണ് തൃത്വം. അതിനെ വെട്ടിക്കളയുക, അതിനെ വെട്ടിമാറ്റുക, ഇത് പിതാവിൻ്റെ തീരുമാനമായിരുന്നു, ഉടമയുടെ തീരുമാനമായിരുന്നു. എന്നാൽ ഒരാണ്ടും കൂടി നോക്കാം എന്ന പുത്രൻ്റെ മധ്യസ്ഥത അഭിപ്രായമാണ് ചർച്ച വഴിതിരിഞ്ഞത്. സദാ സന്നദ്ധമായി വെള്ളവും വളവുമായി ചില യാഥാർത്ഥ്യ ബോധങ്ങളുമായി പരിശുദ്ധാത്മാവ് പുലർത്തുന്ന പ്രതീക്ഷയോടെയാണ് ആ ഉപമ ഉപസംഹരിക്കുന്നത്. ഇതാണ് തൃത്വത്തിൻ്റെ പരമപ്രധാനമായ ഒരു ഭാവം. സഭയ്ക്കും കുടുംബത്തിനും സംഘടനകൾക്കുമൊക്കെ ഒരു മാതൃകയാക്കാവുന്ന തത്വമാണ് ഈ തൃത്വം. വ്യത്യസ്തതകൾ ആഘോഷിക്കപ്പെടണം. അധികാരം ആരിലും കേന്ദ്രീകരിക്കരുത് എന്ന് ഉറക്കെ ഘോഷിക്കുന്ന പദമാണ് തൃത്വം. ചുരുക്കത്തിൽ തൃത്വത്തിൽ സംഭവിക്കുന്നത് ഞാൻ എന്ന ഭാവത്തെ പൊളിച്ച് എഴുതുകയാണ്. നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനങ്ങൾക്കുമെല്ലാം ഒരു ബദൽ മാതൃകയാണ് ഈ തൃത്വം. ട്രിനിറ്റി ഈസ് നോട്ട് ഹൈറാർക്കിക്കൽ ഓർഡർ, ഇറ്റ് ഈസ് ആൻ ഈഗാലിറ്റേറിയൻ എക്സ്പ്രഷൻ. ആധിപത്യഭാവം ആർക്കും ഭൂഷണമല്ല.
വലുതും ചെറുതുമില്ല എന്ന് സാരം. ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനല്ല. ഒരു പുരോഹിതന് ലഭിക്കുന്ന അതേ പ്രാധാന്യം ബാലജന സഖ്യത്തിലെ ഒരു കുഞ്ഞിന് പോലും കൈവരുന്ന ബദൽ മാതൃകയാണ് തൃത്വം. ഒരു വീട്ടിൽ പോലും ആധിപത്യ ഭാവങ്ങൾ ആവർത്തിച്ചരങ്ങേറുന്നുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അവസാനത്തെ വാക്ക് അപ്പൻ്റേത് ആകരുത്. ഒരു കുടുംബത്തിൻ്റെ നന്മയ്ക്ക് അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും ഒരുമിക്കുന്ന സമഭാവനയാണ് വേണ്ടത്. അതാണ് തൃത്വം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നോട്ട് യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി. പങ്കുവയ്ക്കപ്പെടാത്ത അധികാരമാകട്ടെ, പങ്കുവയ്ക്കപ്പെടാത്ത ഉത്തരവാദിത്വമാകട്ടെ, ഒഴുക്ക് നിലച്ച ജലാശയം പോലെയാണത്. അത് അശുദ്ധവും ഉപയോഗശൂന്യവുമായിരിക്കും. അത് അഴിമതിക്കും അരാജകത്വത്തിനും കാരണമായി മാറും. അത് കുടുംബ ബന്ധങ്ങളിലും സഭാജീവിതത്തിലും സാമൂഹ്യ ഇടപെടലുകളിലും നിശ്ചയമായി അത് പ്രതിഫലിപ്പിക്കും. വി റെസ്പെക്ട് ഈച്ച് അതർ ആൻഡ് ഒബേ ഈച്ച് അതർ ടു ലവ് ഈച്ച് അതർ. ഇതിൻ്റെ പേരാണ് തൃത്വം. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കമ്മ്യൂൺ എന്ന പദത്തിന് മനോഹരമായ ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂൺ, ആ വാക്കിൻ്റെ അർത്ഥം എങ്ങനെയാണ്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ലിവ് ടുഗദർ ആൻഡ് ഷെയർ റെസ്പോൺസിബിലിറ്റീസ്. ഷെയർ റെസ്പോൺസിബിലിറ്റീസ്. ഒരുമിച്ച് വസിക്കുകയും ഉത്തരവാദിത്വങ്ങൾ പങ്കിടുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് നമ്മുടെ കാലത്ത് അനിവാര്യം. അത് തന്നെയാണ് തൃത്വം. വി ആർ ഓൾ റെസ്പോൺസിബിൾ. ആദിമസഭയുടെ അനുഭവം അതുതന്നെയായിരുന്നു. യഥാർത്ഥ തൃത്വാനുഭവത്തിൻ്റെ മാതൃക ആദിമസഭയിൽ നമുക്ക് കാണാം. ആ തൃത്വാനുഭവത്തെ ഏറ്റെടുക്കാൻ നമ്മൾ ഇനിയും വൈകിക്കൂടാ. അത്ര ലളിതമല്ലാത്ത 3 പദങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കിട്ടു. ലളിതമല്ലെങ്കിലും ആഴമായ ആശയങ്ങൾ തൃത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ ഉതകുന്ന 3 പദങ്ങൾ: ഡീ ക്ലാസിഫൈ, ഡെമോക്രസി, ഡീസെൻട്രലൈസ്. 3ഉം ഡിയിൽ ആരംഭിക്കുന്നു. പരസ്യമായൊരു സാക്ഷി അനുഭവമായി തൃത്വം നമ്മുടെ മധ്യയുണ്ട്. സമഭാവനയുടെ ദർശനം കാംക്ഷിച്ച് തൃത്വം ഇന്നും വെല്ലുവിളിക്കപ്പെടുന്നുണ്ട്. ഞാനെന്ന ഭാവം തച്ചുടയ്ക്കാം. ഷെയർ യുവർ റെസ്പോൺസിബിലിറ്റീസ്. നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും പങ്കിടുകയും വികേന്ദ്രീകരിക്കുകയും ചെയ്യുന്നിടത്ത് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ആഴമുള്ള അർത്ഥമുള്ള അനുഭവമായി മാറും. സർവശക്തൻ നമ്മെ അതിനായി സഹായിക്കട്ടെ.